വിദ്യാർത്ഥിനിയാണ്. നമുക്കിന്നൊരു ചീരത്തോരൻ ഉണ്ടാക്കിയാലോ? വരൂ, നമുക്ക് ചീര പറിച്ചിട്ട്. ഫ്രണ്ട്സ്, നമ്മൾ ചീര അടുത്തെത്തിയിട്ടുണ്ട്. നമ്മൾ പുറത്ത് നേടുന്നതല്ല, നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെയാണ് പറിക്കുന്നത്. നമുക്ക് ചീര പറിക്കാം. നമ്മൾ മുഴുവൻ ചീരയും പറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തോരനാക്കാം. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മുറിച്ചിടണം. അപ്പോൾ ഇതാ പച്ചച്ചീര നമ്മളിവിടെ പറിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചൂടുകാലമാണ്. അപ്പോൾ ചുവപ്പ് ചീരയേക്കാളും പ്രോട്ടീൻ ഉള്ളത് പച്ചച്ചീരയിലാണ്. ന്യൂട്രീഷനൊക്കെ ഒരുപാടുള്ളത് പച്ചച്ചീരയിലാണ്. അപ്പോൾ ഇപ്പോൾ ചൂടുകാലത്തിന് തിന്നാൻ പറ്റിയ ഭക്ഷണം തന്നെയാണിത്. ഇലക്കറികളിൽ നല്ല ഔഷധമുള്ളൊരു ചെടി തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഇത് നിങ്ങൾ ചൂടുകാലത്ത് വെള്ളം കുടിക്കാൻ മറക്കരുത്. നമുക്കിതൊക്കെ ഒന്ന് മുറിച്ചിട്ടിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ചീര മുറിക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ചീര മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഉപ്പ്, നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഇട്ടു. ഇത് തേങ്ങ ചിരവിയത്, ഉള്ളി, പച്ചമുളക്, കറിവേപ്പിലാണ്. ഇത് സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ ഒരുമിച്ച് വെച്ചതാണ്. നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ പാൻ ചൂടായിട്ടിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടു ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ചൂടായിട്ട് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ കുറച്ച് അങ്ങോട്ടേക്ക് മാറിയുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കണ്ടേ. അപ്പം നമുക്കിങ്ങനെയാണ് ഇളക്കി കൊടുക്കാമേ. ഇനി ഉപ്പിട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ സവാളയും ഈ ചീരയും ഒരുപോലെയല്ല. സവാളയ്ക്ക് കുറച്ച് വേവ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ വെവ്വേറെ ആയിട്ട് പാകം ചെയ്യുന്നത്. അപ്പോൾ ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരിഞ്ഞ വെച്ച ചീര ഇട്ട് കൊടുക്കാം. ചീര മുഴുവൻ ഇട്ടിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കണം. പിന്നെ ഒന്ന് വേവാൻ വെക്കണം. നന്നായിട്ട് ആയിട്ടുണ്ടെന്ന് സൗണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചീര ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ പച്ച കളറൊന്നും പോയിട്ടില്ല. നല്ല റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനെ ഗ്യാസ് ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഓഫാക്കിയിട്ടുണ്ട്. നമുക്കിതിനെ സേവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ചീരത്തോരൻ റെഡിയാണ്. ഇതാ ഞാൻ സേവിങ് ഡിഷിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. വെരി ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആണ് കേട്ടോ. ഇത് നല്ല രുചിയുണ്ട്. നിങ്ങളും ഇതുപോലെ ഇലക്കറികളൊക്കെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ ഇപ്പം ചൂട് കൂടി വരികയല്ലേ. അപ്പം നിങ്ങളൊക്കെ നന്നായിട്ട് വെള്ളം കുടിക്കണേ. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇതുപോലെയുള്ള ഇലക്കറികളും ഒക്കെ കഴിക്കാൻ ശ്രദ്ധിക്കണേ. കൂടാതെ തന്നെ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ തണ്ണീർ കൂടെ വെക്കണം. അതായത് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ വെള്ളം അതാണ് ഇപ്പോൾ ചൂട് കൂടി വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ തണ്ണീർ കുടം വെക്കാൻ പറയുന്നത്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. ബൈ.